ബുദ്ധിയുടെ ഒളിച്ചോട്ടത്തിനെ ബേസ് ചെയ്തിട്ട് പറയുന്നത്. എടാ നാറി, നിന്റെ പെണ്ണുമ്പോൾ ഒരാളോട് ഓടിയാലും ഞങ്ങൾ പറയും, കണ്ടാ പറയും. എന്തുകൊണ്ടെന്നറിയാമോ? ഹായ്, ദയാ സുജിത്തിന്റെ വിഷയം വന്ന സമയത്ത് ഒത്തിരി പേര് എന്നെ എടുത്ത് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല അവരുടെയൊക്കെ വീട്ടിൽ അവരുടെയൊക്കെ അമ്മ പഠിപ്പിച്ച സംസ്കാരത്തിനോടൊപ്പം സംസ്കാര സമ്പന്നരായ കുറേ പേര് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. വിഷയം നമ്മൾ അതിനെ ഇഗ്നോർ ചെയ്യുന്നു, മൈൻഡ് ചെയ്യുന്നില്ല. അവർക്ക് അവരുടെ വാദം, നമുക്ക് നമ്മുടെ വാദം. നമ്മൾ പറഞ്ഞത് തെറ്റാണെന്ന് പറയാൻ നമ്മളെ തന്തയ്ക്കും തള്ളയ്ക്കും വിളിച്ചിട്ട് പറഞ്ഞ ആൾക്കാർ വരെ ഉണ്ട്. ആയിക്കോട്ടെ, നിങ്ങൾക്ക് അതാണ് ന്യായമെന്ന് പെട്ട നിങ്ങളത് ചെയ്തോട്ടെ എന്ന് വിചാരിച്ചു. അതിന്റെ കൂടെ തന്നെ ഒരു കണ്ണാടിക്കാരനുണ്ട്, JB TV എന്ന് പറയും. ഇവൻ നിരന്തരമായിട്ട് എനിക്ക് അഗൻസ്റ്റ് ആയിട്ടുള്ള സാധനം കൊണ്ടാണ് ഇപ്പൊ ഇറങ്ങുന്നത്. അന്ന് ആ വിഷയത്തിൽ എല്ലാവരും ചെയ്തു, അവനും ചെയ്തു, അത്രയും ഞാൻ കണക്കാക്കിയിട്ടുള്ളൂ. നോക്കുമ്പോൾ ഇപ്പൊ വേറെ ഒരു പുതിയ സാധനം കൊണ്ടുവന്നിട്ടുണ്ട്, ബെസ്റ്റ് ഗോസിപ്പാ അങ്ങനെ എന്തോ പറഞ്ഞിട്ട് എൻ്റെ ഫോട്ടോ കൊണ്ടുവച്ചിരിക്കുന്നത്. എന്തിനടാ? നിനക്ക് വ്യൂ കിട്ടാൻ വേണ്ടിയിട്ടാണോ? അങ്ങനെ കുറേ ജന്തുക്കളുണ്ട് കേട്ടോ. ഷെഫീന ബീവി എന്ന പേരോ ഫോട്ടോയോ ഒക്കെ വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം വ്യൂ കിട്ടും, അതിന് വേണ്ടിയിട്ടാണ്. 4-5 ചാനലുണ്ടായിരുന്നു, നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്നവനാ. പെട്ടെന്ന് എന്തേ ചാനൽ ഇടിഞ്ഞ് ഡിമ്മായി പോയത്? നിന്നെപ്പോലൊരു എരപ്പയെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും പ്രൊമോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് പോലും അവരുടെ ക്വാളിറ്റി നഷ്ടപ്പെടും എന്നുള്ളതാണ്. ഇവൻ എന്താണ് എന്നോട് ഇത്ര കലിപ്പ് എന്നുള്ളത് ഞാൻ അന്നു മുതലേ ആലോചിക്കുന്നതാണ്. മുൻപെങ്ങോ ഇവൻ ഒരു പഴയകാല വസന്തങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തി. മുഴുത്ത അസൂയയും മറ്റുള്ളവർ നേടുന്ന ആ ഒരു മികവ്, നേട്ടം, അതായത് വ്യൂ എന്ന രീതിയിൽ അവർക്ക് കിട്ടുന്ന റവന്യൂ, ഇതൊക്കെയാണ് അവന്റെ ടെൻഷൻ. മുമ്പൊരിക്കൽ ഇവൻ തന്നെ ഇട്ടൊരു വീഡിയോയ്ക്കകത്ത് ഇവൻ പറയുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. ഞാൻ ആദ്യം ഉറക്കം എഴുന്നേറ്റാൽ നോക്കുന്നത് എൻ്റെ റവന്യൂ എത്ര ജനറേറ്റ് ആയി എന്നുള്ളതാണ് എന്ന്. മുൻപ് ഇവന് തീരെ 0 ഡിഗ്രി കിടന്ന സമയത്ത് ഞാൻ ഇവൻ്റെ വീഡിയോസ് എടുത്ത് പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം അത്യാവശ്യം നല്ല രീതിയിൽ പഠിച്ച് പറയുന്നത് പോലെയൊക്കെ എനിക്ക് അന്ന് ഫീൽ ചെയ്തിരുന്നു. പിന്നെ നോക്കുമ്പോൾ മൊത്തം യുക്തിവാദമാണ്. അപ്പോൾ യുക്തിവാദികളുടെ ഒരു സർക്കിളിൽ ഇവൻ്റെ വീഡിയോസ് ഇങ്ങനെ വരുന്നത് കൊണ്ട് തന്നെ നമ്മളിത് ഷെയർ ചെയ്ത് പോകുമായിരുന്നു. യുക്തിവാദമാണ് മെയിനായിട്ട് മുമ്പോട്ട് കൊണ്ടുവയ്ക്കുന്നത്. 16% ലോക ജനസംഖ്യയിൽ ഇപ്പോൾ യുക്തിവാദികളുണ്ടെന്നാണ് എൻ്റെ ഒരു മനസ്സിലാക്കൽ. കുറവോ കൂടുതലോ ആയിരിക്കാം, പക്ഷേ ഏകദേശം 18 to 16 എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇത്രയും പേര് പറയുന്ന കാര്യങ്ങൾക്ക് ഭയങ്കര ആധികാരികതയും ബാക്കിയുള്ളവരെല്ലാം മണ്ടന്മാരാണെന്നുള്ള തോന്നൽ പൊതുവെ യുക്തിവാദികൾക്കുള്ളതാണ്. നമ്മളെന്തോ ഭയങ്കര ബുജികളാണ്, ഭയങ്കര യുക്തിയാണ് നമ്മുടെ തലയിലുള്ളത് എന്നുള്ള ടൈമിലാണ് അവരുള്ളത്. ബാക്കി വിശ്വാസ വിഭാഗത്തിനെ എല്ലാം വേറും മണ്ടന്മാരും പൊട്ടന്മാരും കിഴങ്ങന്മാരുമായിട്ട് മാറ്റുന്ന ഒരു രീതി ഇവർക്കുണ്ട്. 1% വരെ ഇവരെ ഞാൻ അനുകൂലിക്കുന്നുണ്ട്, 1% വരെ അവർ പറയുന്ന യുക്തികളൊക്കെ അംഗീകരിക്കുന്നുണ്ട്. ബാക്കി 99% ഉമ്മാർ പറയുന്നതിനകത്ത് ഒരു ലോജിക്ക് ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. അല്ലെങ്കിൽ അത്രത്തോളം യുക്തിഭദ്രമായ ചിന്താധാര ഉള്ളവരായിരിക്കണം. പക്ഷേ സമൂഹത്തിലെത്തിയ ബുജി ഇത് കിട്ടാൻ വേണ്ടി, ബുജി ആണ് എന്നുള്ള ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ചില ചെയ്ത്തുകളുണ്ട്. ഞാൻ നോക്കിയപ്പോൾ എന്നെ എതിർത്തതിൽ മെജോറിറ്റി ഈ ചുണ്ണി എതിർത്തു. ചുണ്ണി നല്ല പക്ക സംഖ്യയാണെന്ന് അവൻ്റെ ചാനൽ കണ്ടാൽ മാത്രം മതിയാവും, മനസ്സിലാകും. എനിക്കെതിരെ കേസ് കൊടുക്കാൻ പോയിട്ട് അവന് കേസ് കിട്ടിയ ഒരു ചരിത്രമാണ് അവനിക്ക് ഉണ്ടായിട്ടുള്ളത്. അതേപോലെ തന്നെ എനിക്ക് ഈ ഒരു ഞാൻ ഇട്ട വീഡിയോയിൽ പുറത്ത് എനിക്കൊരു കേസ് വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നവരടുത്ത് പറയാനുള്ളത്, അവിടെ ഇരിക്കുന്ന ഒരു മണ്ടന്മാരല്ല, അവർ നോക്കും വാട്ട് കോസ് മീ ടു സേ സോ. എന്തുകൊണ്ടാണ് എനിക്ക് അങ്ങനെ പറയേണ്ട ഒരു സ്റ്റേറ്റ്മെന്റ് പറയേണ്ട അവസ്ഥ വന്നത്? ആ സമയത്തുള്ളൊരു ഇമോഷണൽ പ്രോബ്ലം ആണ് എന്ന് മനസ്സിലാക്കും. കോമൺ സെൻസ് ഉള്ളവർക്ക് മനസ്സിലാകും. ദേ വോണ്ട് ആക്സെപ്റ്റ് ദ കേസ്. അല്ലാണ്ട് എനിക്ക് അവിടെ പിടിപാടുണ്ടായിട്ടൊന്നുമല്ല. അങ്ങനെയൊന്നും ഒരാളെയും പിടിപിടിച്ചോണ്ടിരിക്കാൻ നോക്കില്ല. ഇനി സച്ചിൻ കേസ് എടുത്താലും എനിക്കതൊരു കേസ് കൂടെ എന്നതിനപ്പുറം എനിക്ക് വലിയ മൂല്യമൊന്നും ഞാൻ കൊടുക്കും. ഞാൻ പറയാനുള്ള കാര്യങ്ങൾ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അല്ല യുക്തിവാദിയുടെ ആവശ്യം എന്താണ്? സ്വന്തം പെണ്ണുമ്പിള തുണി അടിച്ച് നടക്കണമെന്നാണോ? പെണ്ണുമ്പിള ഉണ്ടോ ഇല്ലെന്ന് ശിവൻ അറിയാം. എന്ത് തന്നെ ആയിരുന്നാലും ഇവന് തുണി അഴിച്ച് നടക്കുന്നവരെ, കൂത്തടിച്ച് നടക്കുന്നവരെ, പണ്ട് ജാസ്മിൻ ജാഫറിന് വക്കാലത്തും പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ടായിരുന്നു. ഇവൻ ഇപ്പൊ ഈ ഒരു വീഡിയോയ്ക്കകത്ത് സ്പെസിഫിക് വീഡിയോത്തിൽ എന്റെ മുഖം വെച്ചിട്ട് ചെയ്തത് എന്തിനാണെന്നുള്ളതാണ് എന്റെ കൺഫ്യൂഷൻ. നീ എന്തിനാ തുടരെ എന്നെ എടുത്ത് വെച്ചിട്ട് പറയുന്നേ? അതിന്റെ യോഗ്യത എന്തുവാ? നീ പറഞ്ഞ എന്ത് ഗോസിപ്പ് വേസ്റ്റ് ഗോസിപ്പാണ്? ഒരുത്തിയുടെ കൂടെ ഇറങ്ങി ഓടി, അല്ലെങ്കിൽ ഒരുത്തന്റെ പറ്റിച്ചുകൊണ്ട് ഇറങ്ങി ഓടി, ഞങ്ങൾ കണ്ടിട്ട് മിണ്ടാണ്ട് പൊത്തിക്കൊണ്ടിരിക്കണം. നിനക്കൊക്കെ അങ്ങനെ ഒരു ജീവിതം വേണം അല്ലേ? ഇവിടെ നടക്കുന്ന ഈ യുക്തിവാദികൾ മുന്നോട്ട് വയ്ക്കുന്ന ഫ്രീ സെക്സ്, ഇതേപോലുള്ള കുറെ വൃത്തികെട്ട സാധനങ്ങളാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. നിങ്ങൾക്ക് അങ്ങനെ ജീവിക്കണമെങ്കിൽ ജീവിക്കാനുള്ള റൈറ്റ് ഇവിടെ ഉണ്ട്. നിങ്ങൾ ജീവിച്ചോ? ഞങ്ങളും കൂടെ അങ്ങനെ ജീവിക്കണമെന്ന് പറയുന്നിടത്താണ് എതിർപ്പുള്ളത്. നിങ്ങൾക്ക് എന്ത് പറയാനുള്ള അവകാശമുണ്ടോ അതേ അവകാശം ഞങ്ങൾക്കുമുണ്ട്. ഞങ്ങൾക്കത് പറ്റില്ല എന്ന്. നിനക്ക് നിന്റെ അമ്മച്ചിയിലൂടെ ഉറങ്ങണമെന്നായിരിക്കും. അങ്ങനെയാണല്ലോ യുക്തിവാദികൾ പൊതുവിൽ പറയുന്നത്. ഇങ്ങനെ ഒരു സാധനം ഭയങ്കര സംഭവമാണ്, ഞങ്ങൾക്കത് താല്പര്യമാണെന്ന് നിങ്ങളല്ലേ പറയുന്നത്. എന്തായാലും ഭക്തിയുള്ളവരാരും അത് പറയത്തില്ലല്ലോ. ഞങ്ങൾ യുക്തിവാദികളും ഭക്തിവാദികളും നമ്മളെ ക്ലാസ്സിൽ ഭക്തിവാദികൾ ആരും അങ്ങനെ അമ്മച്ചിയിലൂടെ ഉറങ്ങണമെന്ന് പറയില്ല. പക്ഷെ നിനക്ക് അങ്ങനെ താല്പര്യം ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ നിന്റെ ടീമുകൾക്ക് അങ്ങനെ താല്പര്യം ഉണ്ടായിരിക്കും. അത് നീ ചെയ്തോ വേണ്ടെന്ന് ഇവിടെ ആരും വിലക്കുന്നു. ഞങ്ങളോട് ചെയ്യാൻ പറയരുത്. അത്
കണ്ടില്ല എന്ന് നടിച്ചിട്ട് മാറിപ്പോകാനും ഞങ്ങളടുത്ത് പറയരുത്. പിന്നെ ഈ കുട്ടിയുടെ ഒളിച്ചോട്ടത്തിനെ ബേസ് ചെയ്തിട്ട് പറയുന്നത് എടാ നാറി നിന്റെ പെണ്ണുമ്പോൾ ഒരാളോട് ഓടിയാലും ഞങ്ങൾ പറയും, കണ്ടാ പറയും. എന്തുകൊണ്ടെന്ന് അറിയാമോ? അത് ഇല്ലീഗൽ ആയിട്ടുള്ള ഒരു സാധനമാണ് ചെയ്തത്. അതിനകത്ത് എല്ലാവരും ആരുടെയും വീട്ടിനകത്തും അടുപ്പത്തിനകത്തും ഒന്നും പോയി ക്യാമറ വെച്ചിട്ട് പറഞ്ഞ കാര്യമില്ല. നീ എന്തിനാ ഞങ്ങളുടെ വീഡിയോ കണ്ടിട്ട് വിമർശനം നടത്തുന്നത്? നിനക്ക് വിമർശിക്കാമോ? അപ്പൊ ഞങ്ങൾക്കും വിമർശിക്കാം. ആ പെണ്ണ് പോയ രീതി ശരിയല്ല. നിനക്ക് അവനും തമ്മിൽ പ്രശ്നമുണ്ടെങ്കിൽ ഇങ്ങനെ പോകരുത്, ചാടി പോകരുത് എന്നുള്ള കാര്യമാണ് അവർ അതിൽ കൂടെ ഒരു മെസ്സേജും കൂടെ പാസ് ചെയ്തിട്ടുണ്ട്. അതെന്താ നീ കാണാത്തെ? നീ ആകെ കണ്ടത് അവന്റെ ഫാമിലി ലൈഫ് മാത്രം പറഞ്ഞോ എന്നുള്ളതാണോ? തമിഴ്നാട്ടിലുള്ള ന്യൂസ് ഏജൻസി വരെ ഈ കാര്യം പറഞ്ഞേക്കുന്നത് അവർക്ക് വട്ടാണോ? അവരിങ്ങോട്ട് കണ്ണെന്നിട്ടിരിക്കുവാണോ? ഗോസിപ്പാണോ? അത് ഗോസിപ്പ് ഉണ്ടാകും. എന്തേ ഗോസിപ്പ് ഒന്നും ഇതുവരെ നീ കണ്ടിട്ട്? നീ ആദ്യമായിട്ട് പറന്നു വീണ കുട്ടിയാ ഉള്ള വാവയ? ഇപ്പം വന്ന് പറന്നു വീണ കണ്ണാടി കുക്കയ? നാണം ഉണ്ടോടോ ഷെഫീന ബീവിയുടെ തലയിലോട്ട് കയറാനായിട്ട്? അങ്ങനെ എഴുതി ഇടുമ്പോഴത്തേക്ക് ഭയങ്കര ആക്സെപ്റ്റൻസ് കിട്ടും, ഭയങ്കര ഒരു ഇത് കിട്ടും എന്നുള്ള തോന്നലുകൊണ്ടല്ലേ അതൊക്കെ ചെയ്യുന്നത്. ഇവൻ എന്താണ് എന്നുള്ള ശത്രുത എന്നറിയാമോ? ഇവൻ ആരാ മോനെന്ന് അറിയണമെങ്കിൽ 1 കൊല്ലം മുമ്പേ വിട്ട പോസ്റ്റ് കാണണം. അപ്പോഴും നിങ്ങൾക്ക് മനസ്സിലാവും. ആ പോസ്റ്റ് ഞാൻ ഇവിടെ വെക്കുന്നത് എന്താണെന്നറിയില്ലേ? ആരിഫ് KU എന്നെ ബൂസ്റ്റ് ചെയ്തങ്ങ് കൊണ്ട് വന്നതാ. ആരിഫ് എന്നെ മോനെ ഞാൻ കൊണ്ടുവരുന്നുണ്ട്, നമ്മുടെ കൂടെ ചാനലിലിരുന്ന് ഗുണ പറയുന്നുണ്ട്. അവസാനം ഇവന് മനസ്സിലായി അടി കിട്ടിയിരുന്നു. ആരിഫ് KU എന്നെ മോനെ സപ്പോർട്ട് ചെയ്തതിന്റെ പേരിൽ ഇവന്റെ 4 ചാനലും ഡൗൺ ആയി. ഇവന് കിട്ടിയിരുന്ന അക്സെപ്റ്റൻസ് പോയി. നല്ല വ്യൂവിൽ പോയിക്കൊണ്ടിരുന്ന എല്ലാം പോയി തൂത്തു പറകെ എല്ലാവരും വെറുത്തു. കാരണം ഇവൻ പറയണത് ഭയങ്കര ആധികാരികമായി എന്തൊക്കെ ഉള്ള കാര്യങ്ങളാണെന്നൊക്കെ വിശ്വസിച്ചിരുന്ന വ്യക്തികൾക്ക് ഇവന്റെ ഉള്ളിലുള്ള ആ ഒരു സംഘി വേൾഡ് എന്താണെന്നുള്ളത് കൃത്യമായി ബോധ്യപ്പെട്ടപ്പോൾ എല്ലാം ചവിട്ടി ദൂരെ കളഞ്ഞു. ഒപ്പം വ്യൂ ഇല്ല, ഒന്നുമില്ല. 4 ചാനലുണ്ട്, 4-നകത്ത് വ്യൂ ഇല്ല, ഒന്നുമില്ല. ഇവനിപ്പോൾ ചാനൽ കൊണ്ട് കിടക്കാൻ പോയി. ഇടയ്ക്ക് കുറേ ദിവസം എന്താ സിനിമ എങ്ങാണ്ട് പിടിക്കാമെന്ന് പറഞ്ഞാൽ അതിന് പോയി, അത് ഫ്ലോപ്പ്. ഷോർട്ട് ഫിലിം പിടിക്കാൻ പോയി, അത് ഫ്ലോപ്പ്. എന്താ ടെക്കിയാണെന്ന് പറഞ്ഞാൽ അത് ഫ്ലോപ്പ്. ഇവ എന്ത് കുന്തം കൊണ്ടുവന്നാലും ഒക്കെ ഫ്ലോപ്പ് ആവുന്നു. ആകെ മൊത്തം പരാജിതനായി നിൽക്കുന്ന ഒരു അലവലാതിക്ക് വിക്ടറിയുടെ പോയിന്റിൽ നിൽക്കുന്ന മനുഷ്യരെ കാണുമ്പോൾ തന്ന ഒരു പ്രത്യേകതരം കുത്തിക്കഴപ്പ്, അത്രേ ഉള്ളൂ. അല്ലാതെ കണ്ട തോന്നിവാസികളുടെ കൂടെ നീ എൻ്റെ ഫോട്ടോ വയ്ക്കുന്നതിൻ്റെ ആവശ്യം എന്തുവാണ്? ഞാനെന്താ അങ്ങനെയാണോ പറഞ്ഞത്? എൻ്റെ സുഹൃത്തൊന്നും അല്ലായിരുന്നു ഈ പറയുന്ന അഖിൽ. എൻ്റെ സുഹൃത്തല്ല. ഞാൻ അതിനകത്ത് വ്യക്തമായി അവരെ വീട്ടിനകത്ത് എന്ത് സംഭവിച്ചില്ല എന്നൊന്നും ഞാൻ പറഞ്ഞില്ല. എനിക്ക് അതിന്റെ പ്രാക്ടിക്കൽ വശമേ അറിയത്തില്ല. ഞാനത് കുട്ടികൾക്ക്, അതായത് എന്നെ കാണുന്ന സ്ത്രീ ജനങ്ങൾക്ക് ഒരു അവയർനെസ് ആണ് കൊടുത്തത്. നിങ്ങൾക്ക് അങ്ങനെ താല്പര്യമില്ലാതെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിവാഹമോചനം നേടൂ, എന്നിട്ട് പോകൂ. അത് പറയാനുള്ള റൈറ്റ്സ് എനിക്കുണ്ട്. നീ എന്തിനാ എൻ്റെ അതിലേക്ക് കയറാൻ വരുന്നേ? നീ നിന്റെ കാര്യം നോക്കടാ ചേറ്റേ. കുറെ കാലമായില്ലേ നീ എൻ്റെ പുറകെ വെച്ച് പിടിക്കണത്? നീ കേസ് കൊടുക്കാൻ പോയിട്ട് എന്തേ നടന്നില്ലേ? നീ അനാവശ്യമായി എന്നെ പ്രൊവോക്ക് ചെയ്യണേ എന്തിനാണ്? ഷെഫീന ബീവിയുടെ പേര്, ഷെഫീന ബീവിയുടെ ടാഗ്ലൈൻ ചില നാറിയൊക്കെ ഇങ്ങനെയാണ്. ഷെഫീന ബീവിയെ പറയുമ്പോൾ എന്തോ കിട്ടും. ഷെഫീന ബീവി അങ്ങോട്ട് എടുത്തു വെച്ച് പറഞ്ഞാൽ ഭയങ്കര അക്സെപ്റ്റൻസ് കിട്ടും. സംഖ്യകൾ കൊണ്ടുവന്ന് ഉയരത്തിൽ കൊണ്ടുവയ്ക്കുമെന്നാണ് വിചാരം. എടാ ഞാൻ പറഞ്ഞാണക്കോ, ഞാൻ പ്രവർത്തിച്ചാണക്കോ ഒരു സംഗതി നീ ഇറങ്ങി നിന്നിട്ടുണ്ടോ? നീ ടെക് ഉണ്ടാക്കാനും, നീ പണം ഉണ്ടാക്കാനും, നീ ചാനൽ തോറും ഉണ്ടാക്കാനും അല്ലാതെ ഷെഫീന ബീവിയെ പോലെ സോഷ്യൽ റെലവന്റ് ടോപ്പിക് എന്തെങ്കിലും നിന്നെ കൊണ്ട് എടുക്കാൻ പറ്റിയിട്ടുണ്ടോടാ? നീ ഇന്നവരെ അങ്ങനെ എന്തെങ്കിലും ഒരു വിഷയത്തിൽ നീ ഉണ്ടോ? നീ ഒന്ന് പറഞ്ഞു തന്നാണ്. നീ പാർട്ടിസിപ്പേറ്റ് ചെയ്ത ഒരു സമരം പറഞ്ഞാണ് യുക്തിവാദികൾക്കെതിരെ ആദ്യത്തെ ഇന്ത്യ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു ഫൈറ്റ് ഉണ്ടാക്കിയത് ഞാനാണ്. ഒരു സമരം വെച്ചത് ഞാനാണ്. 5 ലക്ഷം രൂപ മോഷ്ടിച്ച ഒരുത്തനെതിരെ ഞാൻ കർശനമായിട്ട് ഒറ്റയ്ക്കാണ് നിലകൊണ്ടത്. എന്നെ പിന്നിൽ 10-16 പേരൊന്നും ഉണ്ടായിരുന്നു. തനിച്ചാണ് ഞാൻ പോയത് നേരിട്ടത്. എന്നെയാണോടാ നീ ഗോസിപ്പ് ക്രിയേറ്റർ എന്ന് പറഞ്ഞുകൊണ്ട് ഒരുമാതിരി ഡീഗ്രേഡ് ചെയ്യുന്നത്? എൻ്റെ ചാനൽ ഗോസിപ്പ് മാത്രമാണോ നീ കാണുന്നത്? എത്രയോ സോഷ്യൽ റെലവന്റ് ടോപ്പിക്കുകൾ അതിനകത്തുണ്ട്, എത്രയോ പൊളിറ്റിക്കൽ കാഴ്ചപ്പാട് അതിനകത്തുണ്ട്. അതൊന്നും നീ കണ്ടില്ലേ? നിന്റെ ചാനലാണ് പക്ക ഗോസിപ്പ്. ഇവൻ പറയുന്നു പിന്നെ ബിഗ് ബോസ് എന്ന് പറയുന്നത് ഭയങ്കര കുഴപ്പം പിടിച്ചതാണ്. നീ ബിഗ് ബോസ് റിവ്യൂ ചെയ്തില്ലേ? നീ ബിഗ് ബോസ് റിവ്യൂ ചെയ്തിട്ടുണ്ട്. നീ എന്താ തന്നെ നല്ലോലെ കടന്നുറങ്ങും. ക്യാമറ വെച്ച് അത് ക്യാപ്ചർ ചെയ്തിട്ട് പിന്നീട് ഇരുന്ന് ബാക്കിയുള്ളവരൊക്കെ പറഞ്ഞത് എടുത്തു വെച്ചിട്ട് അവരുടെ എച്ചിൽ എടുത്തുകൊണ്ട് വന്നിരുന്ന് സംസാരിക്കുകയാണ് നീ ചെയ്തത്. നീ ബിഗ് ബോസ് കാണുന്നില്ല, കൊള്ളത്തില്ല എങ്കിൽ അത് കാണരുത്. ഇപ്പം ഞാൻ സീരിയലിനെ പറ്റി ഒരു റിവ്യൂ ഇടാറില്ല, ഞാനത് കാണാറില്ല. കാണാത്തൊരു കാര്യത്തിനെ പറ്റി ഞാൻ എന്തിനാ പറയാൻ പോകുന്നത്? കണ്ട കാര്യമാണെങ്കിൽ പറയും. ബിഗ് ബോസ് റിവ്യൂ വന്നിരിക്കുകയാണ്, അപ്പം ഞാൻ ഭയങ്കര മാന്യൻ, ഞാൻ ഭയങ്കര മഹാൻ എന്ന് പറഞ്ഞുകൊണ്ട് വന്നിരുന്ന് ഉണ്ടാക്കാനായിരിക്കും വന്നിട്ടുണ്ടാവുക. നീ നാട്ടുകാരെ മുഴുക്ക പറയാൻ നിന്റെ യോഗ്യത എന്താണ്? നീ നിന്റെ യോഗ്യതാ പരീക്ഷ എന്ന് പറഞ്ഞതാണ്. എന്താണ് നിന്റേത്? നീ എന്താണ്? നിന്നെ കൊണ്ട് എന്ത് ഉണ്ടയാണ് ഒത്തത്? നീ എന്ന് പറഞ്ഞതാണ്. ഒരു മുറിക്കകത്തിരുന്ന് കണ്ണാടിയും വെച്ചിട്ടിരുന്ന് ബുജി വർത്താനം പറഞ്ഞാണോ നീ മഹാനായി എന്നാണോ നിന്റെ വിചാരം? നീ ഭയങ്കരമായിട്ട് എഴുതിയിട്ട് ഇന്ന് ഇപ്പം അങ്ങ് തീർത്ത് കളയും, ഷെഫീന ബീവിയെ നാളെ രാവിലത്തേക്ക് അങ്ങ് തീർത്ത് കളയും എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ക്യാമ്പയിനൊക്കെ നടത്തിയിട്ട് എന്തായിരുന്നു? നീ വക്കീൽ പരീക്ഷയ്ക്കല്ലേ ഇപ്പോൾ പോണത്? വക്കീൽ പഠിക്കല്ലേ പോണത്? നിനക്കറിയത്തില്ലേ? നിയമം നിനക്കറിയത്തില്ലേ? എടാ നിന്നെ പോലുള്ള കുറേ വൃത്തികെട്ടവന്മാർ ഈ നിയമം പഠിച്ചിട്ട് ഒരു കാര്യവുമില്ല. നിയമം അറിയുന്നവൻ ഒരിക്കലും അങ്ങനെ സ്റ്റേറ്റ്മെന്റ് അവിടെ എഴുതിയിടത്തില്ല. എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഒരു വക്കീൽ ഇറക്കം വന്ന് എഴുതിയിടുന്നു, ഞാൻ അന്തം വിടുകയാണ്. ഇവനൊക്കെ വക്കീൽ പഠിച്ചെന്താ?
എന്ത് വിഷയത്തിനും അപ്പുറത്ത് നിൽക്കുന്നവർക്കും ഒരു വാദഗതി ഉണ്ടാവും. വാദപ്രതിവാദങ്ങൾ അവിടെ നടക്കുന്നത്. പ്രതിക്കും വാദമുണ്ട്, വാദിക്കും വാദമുണ്ട്. രണ്ടുപേരുടെ വാദം കേൾക്കും. അല്ലാതെ ഓൺ സൈഡഡ് അല്ല. നാളെ രാവിലെ എഴുന്നേറ്റ ഉടനെ എൻ്റെ ചാനൽ അങ്ങ് വാനിഷാക്കാന്ന് പറഞ്ഞാൽ നിന്റെ ചാനൽ എപ്പോഴേ വാനിഷാക്കണം? നീ ഈ പറയുന്ന ജട്ടി ജിനുവിന്റെ കേസിന് അവന്റെ പേരൻസിന്റെ അവന്റെ ഫാമിലിയുടെ ഫോട്ടോ നീ ഇട്ടില്ലേ? അതിനവ അവിടെ ഇരുന്ന് തെറി വിളിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ടല്ലോ. അവൻ പച്ചയ്ക്ക് തെറി വിളിക്കുന്നിട്ടുണ്ടല്ലോ. നീ അതിനകത്തുള്ള ബാക്കിയുള്ളവരുടെ ഒക്കെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് എടുത്ത് വെച്ച് നീ സംസാരിച്ചിട്ടില്ലേ? നിനക്കെന്ത് യോഗ്യത? നീ എന്ത് യോഗ്യതയിലാണ് നീ ഇത് പറയണത്? നീ ചെയ്യാത്തൊരു കാര്യമാണെങ്കിൽ ശരി, നീ മറ്റുള്ളവരുടെ ഫാമിലി കയറിയിട്ടുണ്ട്, അവരെ പറ്റി മോശം പറഞ്ഞിട്ടുണ്ട്. ചെകുത്താനെതിരെ അവന്റെ വീട്ടിൽ പോയി അവന്റെ അമ്മയെ കയറി കണ്ട് മോശം പ്രവർത്തിച്ചവരാണ്. ചെകുത്താൻ ചെയ്തതിന് നീ ചെകുത്താന്റെ അമ്മയെ അടിക്കാൻ പോണേ എന്തിന്? അപ്പൊ നിനക്ക് എന്ത് പോക്കൃത്തരവും കാണിക്കാം, നിനക്ക് എന്ത് വ്യവഹാരവും ചെയ്യാം. ആരും അത് കണ്ടില്ലെന്ന് നോക്കണം. ഇപ്പൊ ആരത് ചക്കാത്ത് കിട്ടി നിനക്ക്? ആരുടെ കൊട്ടേഷനും കൊണ്ട് നീ ഷെഫീന ബീവിയുടെ തലയിൽ കയറാൻ വരുന്നത്? എടാ മിണ്ടാതിരിക്കുന്നെന്ന് പറഞ്ഞിട്ടേ മാന്യത ഉണ്ടെന്ന് വെച്ചിട്ട് ഒരുപാട് അങ്ങ് കയറാൻ നിൽക്കല്ലേ. രണ്ടും കെട്ട ശുനകപുത്ര, നീ എൻ്റെ വായെന്ന് നല്ലതുപോലെ കേൾക്കും കേട്ടാ. ഞാൻ വേണ്ട 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 എന്ന് വെച്ചിട്ട് ആ ഒരു വിഷയത്തിൽ ശരി ആളുകൾക്ക് അങ്ങനെ ഒരു വിഷമം തോന്നിയെങ്കിൽ ആയിക്കോട്ടെ, അവർ പറഞ്ഞോട്ടെ എന്ന് വെച്ച് ഞാൻ മിണ്ടാതിരുന്നപ്പോൾ നീ എൻ്റെ തലയിൽ കയറി തിരക്കുന്ന എന്താണ്ടാ ഞാൻ അതിനകത്ത് പറഞ്ഞ കുഴപ്പം? നിന്റെ അമ്മച്ചിയാണെങ്കിൽ നിന്റെ വീട്ടിലെ പെണ്ണുങ്ങളാണെങ്കിൽ നീ ചട്ടിയും കോണാനും ഇട്ടുകൊണ്ട് റോട്ടിലിറക്കി വിടുവോടാ നീ വിടുവായിരിക്കും. നിനക്കതായിരിക്കും താല്പര്യം. നിനക്ക് ഇൻസിസ്റ്റ് ഓക്കെ, ഇൻസിക്റ്റ് എന്തായാലും കുന്തവ ഇതൊക്കെ നിനക്ക് ഓക്കെ. കണ്ട കണക്കുള്ള പെണ്ണുങ്ങൾ എങ്ങനെ നടന്നാൽ നിനക്ക് കുഴപ്പമില്ല. നീ ആ മറ്റേ പെണ്ണിനെ നോക്ക്. ഇസ്ലാം കമ്മ്യൂണിറ്റിയിൽ നിന്ന് വന്ന ഒരൊറ്റ പെണ്ണെന്നുള്ള ഒരൊറ്റ കാരണത്തെ ശബരിമല കേസിൽ കൊണ്ടുപോയി. എന്നിട്ട് അവളുടെ ലൈഫ് എവിടെ എത്തി? ഇന്ന് തുണി ഊരി ഇന്ന് കാശുണ്ടാക്കേണ്ട ഗതികളിലെത്തി രഹന പാത്തുമ. ഇപ്പൊ ആ ഗതികളിലെത്തി. അവള് അന്നേ ഹിന്ദു മതവിഭാഗത്തിലുള്ള ഒരുത്തനെ കെട്ടി അവൻ 2 കൊച്ചുങ്ങളെയും കൊടുത്ത് അവൻ കളഞ്ഞിട്ട് പോയി. അവിടെ ഒന്നും ലവ് ജിഹാദും ലവ് തേങ്ങയും ലാങ്ങാ മറിയും ഒന്നും നിങ്ങൾ കണ്ടിട്ടില്ല. ഞങ്ങൾ കണ്ടത് അത് അത്രയും വലിയ ഭീകരമായ ഒരു കാര്യമാണ്. ഒരു മുസ്ലിം പെൺകുട്ടിയെ വിവാഹം കഴിച്ച് 2 കുട്ടികളെയും കൊടുത്ത് അവളെ കൊണ്ട് തോന്നിവാസം അത്രയും കാണിച്ച് അവളെ ജട്ടിയും പാടിയും ഇടിച്ച് വീഡിയോ ചെയ്യിച്ച് ആ പെണ്ണിന്റെ ജോലിയും കളഞ്ഞ് അവളെ കളഞ്ഞിട്ട് പോയ ചരിത്രമാണ്. എന്തേ അത് നിനക്ക് ഹൈലൈറ്റ് ചെയ്ത് പറയണമെന്ന് തോന്നിയിട്ടില്ലേ? നീ അതിനെപ്പറ്റി ഒന്നും സംസാരിച്ച് ഞാൻ കേട്ടിട്ടില്ലല്ലോ. നിങ്ങൾ കൊണ്ടുപോകുന്ന പെണ്ണുങ്ങൾക്കാണ് ഈ ദുരിതം വരുന്നത്. നിങ്ങൾ ഈ യുക്തിവാദവും ഭക്തിവാദവും പറഞ്ഞ് അതിൽ കൂടെ കിട്ടുന്ന റവന്യൂ കൊണ്ട് ജീവിക്കുന്നവനല്ലേടാ. നീ ഇതൊന്നും ചെയ്യാത്തവനാണെങ്കിൽ നീ പറഞ്ഞെങ്കിൽ ഒരു ന്യായമുണ്ട്. നീ എന്ത് അടിസ്ഥാനത്തിൽ അത് പറയും? എന്ത് ഗോസിപ്പാണ് നീ കണ്ടത്? ഗോസിപ്പുകൾ പറയില്ല എന്നൊന്നും ഞാൻ വാക്ക് പറയുന്നില്ല. പക്ഷേ അത് മാത്രമാണ് എൻ്റെ ചാനലെന്ന്, ഞാൻ വെറും ഗോസിപ്പ് ക്രിയേറ്റർ ആണെന്ന് നീ പറയുന്നിടത്ത് നിനക്ക് കണ്ണ് കാണാത്ത അസൂയല്ലടാ നാറി. നാണുണ്ടോടാ അലവലാതി? നീ എന്ത് അടിസ്ഥാനത്തിൽ ആ വർത്തമാനം പറയുന്നേ? നീ എന്തിനാ എൻ്റെ ഫോട്ടോ വയ്ക്കുന്നേ? എന്റെ ഫോട്ടോ വയ്ക്കാൻ നിനക്ക് ആരും അധികാരം തന്നെ? നിനക്ക് ആര് പെർമിഷൻ തന്നു? വിത്തൗട്ട് മൈ കൺസെന്റ് നീ എന്റെ ഫോട്ടോ വയ്ക്കുന്ന എന്തിനാ? അതും അത്രയും വേഴ്സ്റ്റ് ആയിട്ടുള്ള ഒരു സാധനം എഴുതിയിടാൻ. നീ ആരുന്ന വിചാരം? കുറെ ദിവസമായി ചുമ്മാ എന്റെ തലയിൽ കയറാനായിട്ട് വരരുത് കേട്ടോ. നിനക്ക് ഇപ്പൊ ഇതിന്റെ കൂടെ നിനക്ക് കുറച്ച് വ്യൂ കിട്ടും. ആരും അത് കാണാൻ പോകണ്ട. അതിനകത്ത് ഒരു ഉണ്ടേ പറയുന്നില്ല. അവൻ എന്റെ ഫോട്ടോ മാത്രമേ വെച്ചിട്ടുള്ളൂ. അതിനകത്ത് അവൻ ഒരു ഉണ്ടേ പറയുന്നില്ല. കാരണം ഈ ഫോട്ടോ വെച്ചാലേ ആളുകൾ തള്ളി അങ്ങോട്ട് കയറുള്ളൂ. എന്നിട്ടും അവൻ മുക്കി പിടിച്ചിട്ട് അതിനകത്ത് ഒരു വ്യൂ ഇല്ല. അപ്പൊ എന്തൊക്കെ കാണിച്ചിട്ട് അതിനകത്ത് വ്യൂ കയറുന്നുമില്ല. ഇവന്റെ ചക്കാള വർത്താനം കേൾക്കാനായിട്ടില്ല നാട്ടുകാരിരിക്കും. നാട്ടുകാർക്ക് ഭ്രാന്തല്ലയോ? ഒരു ഇളവും അറിയാത്ത ഒരു അലവലാതി. നിന്റെ കുടുംബകാര്യം എന്തെങ്കിലും ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? ഞാൻ പറഞ്ഞിട്ടുണ്ടോ? പറ. ായിട്ട് എത്രയോ അഭിപ്രായ വ്യത്യാസങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഇന്നവരെ നിന്റെ കുടുംബത്തിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടോ? നിന്റെ വീട്ടിൽ കയറി സംസാരിക്കാൻ വന്നിട്ടുണ്ടോ? നീ എന്തെങ്കിലും ഒരു പേഴ്സണൽ ഇഷ്യൂ ആയിട്ട് ഞാൻ നിന്റെ അടുത്ത് വന്നിട്ടുണ്ടോ? പിന്നെ നീ എന്തിനാ എന്റെ കുടുംബത്തിനെ പറ്റി പറയാൻ വരുന്നേ? നീ ആരടാ എന്റെ കുടുംബകാര്യങ്ങൾ സംസാരിക്കാൻ? എന്റെ ഫോട്ടോ വെച്ചിട്ട് അങ്ങ് ഇരുന്നങ്ങ് തള്ളി മറിക്കുകയാണ്. ആധികാര കോണ കാണാനും മാത്രം ആളുകൾ വന്നങ്ങ് ഇരിക്കുമല്ലേ അവന്റെ മൂലയിലോട്ട്. എന്നിട്ട് അത് ഏറ്റില്ല. കൊത്തില്ല നേക്ക് കൊത്തിയില്ല. നീ വേറെ എന്തെങ്കിലും പുതിയത് കൊണ്ടുപോവാ. ഒരു ഞാൻ ഭയങ്കര മാന്യനാണ്, ഐ എം വെരി ഡീസന്റ്, ബാക്കി എല്ലാം അങ്ങ് വുഡ് അൺഡീസന്റ്. എന്താണ് നീ എന്ത് റെലവന്റ് ടോപ്പിക്കാണ് എടുക്കുന്നേ? നിന്റെ റെലവൻസി എന്താണെന്ന് എല്ലാവരും കണ്ടതാണ്. നീ നല്ല രീതിയിൽ കയറി വന്നതാണ്, മികച്ചത്. ബാക്കിയുള്ളവരുടെ എല്ലാം തീട്ടം നിന്നിട്ടാണെങ്കിൽ പോലും നീ മികച്ചവനായി കയറി വന്നതായിരുന്നു. നീ ആരിഫ് ഹുസൈനെ പോലുള്ള ഒരു മറ്റേ മോനെ കൊണ്ടുവന്നിരുത്തി ഉണ്ടാക്കിയോ അന്ന് തീർന്നു നിന്റെ ക്രെഡിബിലിറ്റി തീർന്നതിന് ബാക്കിയുള്ളവർക്ക് അത് അക്സെപ്റ്റൻസ് കിട്ടുന്നതിന് നിനക്ക് ഇത്ര കടിക്കുന്ന എന്തിനാ? ഞങ്ങളൊക്കെ ചെയ്യുന്ന വീഡിയോസ് ഇഷ്ടപ്പെടാനും ലൈക്ക് ചെയ്യാനും അത് ഷെയർ ചെയ്യാനും അത് കാണാനും അത് കേൾക്കാനും അത് വെയിറ്റ് ചെയ്തിരിക്കുന്ന മനുഷ്യരുണ്ട്. അവരത് കണ്ടോളും. നീയൊക്കെ കിടന്ന് തിരണപ്പെടുന്ന എന്തിനാ? നിന്റെ അടുത്തൊക്കെ നിർബന്ധിച്ച് ആരെങ്കിലും വന്ന് പറഞ്ഞോ വന്ന് കാണുന്നു? ഇതിനകത്ത് ഓപ്ഷൻ ഇല്ലേ? കാണണ്ട, നോട്ട് ഇൻട്രസ്റ്റഡ്. ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞല്ലോ, പിന്നെ അങ്ങോട്ട് കയറിലോട്ട് വരത്തില്ലല്ലോ. എന്തിനാ ഇപ്പൊ അത്ര ദണ്ണപ്പെട്ട് നീയൊക്കെ അത് കാണാനിരിക്കുന്നേ? കളഞ്ഞിട്ട് പോടേ. ഇനിയിപ്പോ ഈ യൂട്യൂബ് വേൾഡേ അവനങ്ങ് ക്ലിയർ ചെയ്യും, അങ്ങ് ക്ലീൻ ചെയ്യും. അങ്ങ് യൂട്യൂബിൽ ഇനി വേറെ ആരും പാടില്ല. ഇവൻ അങ്ങ് ഇരുന്നങ്ങ് ഇവൻ എസ്റ്റാബ്ലിഷ് ആയിട്ട് ഇവൻ കുത്തിയിരുന്നോണ്ട് അങ്ങ് പറയും. ഇനി വേറെ ആരും ഇവിടെ പാടില്ല. ഇവന് ഒരു ചുണ്ണി മാത്രം മതി, ബാക്കി ആരും പാടില്ല. ബാക്കി ആരെന്ത് ചെയ്താലും എല്ലാം കുഴപ്പ ഫ്ലോപ്പാ. ഇവൻ ചെയ്യണ മാത്രം നമ്മളങ്ങ് അംഗീകരിച്ചു കൊടുക്കണം, അങ്ങ് സല്യൂട്ട് അടിച്ചു കൊടുക്കണം. ആരാ ഇപ്പൊ പാടാനാറി ഇരുന്ന് കൊണ അറിയാതെ ഒരു മറ്റവൻ വന്നേക്കുന്നു. വേണ്ടാന്ന് വയ്ക്കുമ്പോഴത്തേക്ക് തലേ കയറല്ലേ. മനുഷ്യന്റെ ക്ഷമ പരീക്ഷിക്കരുതേ.
എൻ്റെ ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല രീതി ഞാൻ തരും നിനക്ക്. നീ നീ വേറെ എന്തെങ്കിലും പണി ചെയ്യടാ പോയി. നീ ചിലപ്പോൾ നിർത്തിയിട്ട് നീ പോടാ. കൈയും കാലും നല്ല ആരോഗ്യമല്ലേ? നീ എന്തിനാ എന്നെ അവരെ കൂടെ ചേർത്ത് വയ്ക്കുന്നേ? അതിൻ്റെ ആവശ്യം എന്തുവാ? എനിക്ക് ഈ പ്രായത്തിൽ എൻ്റെ ഈ ഫിസിക്കൽ സിറ്റുവേഷന് എനിക്ക് ചെയ്യാൻ പറ്റുന്ന തൊഴിലാണ് ഞാൻ ചെയ്യുന്നത്. അത് കോടതി വരെ അംഗീകരിച്ച കാര്യമാണ്. നിനക്ക് അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടോടാ? ഈ സമകാലിക വിഷയങ്ങളിൽ എടുത്ത് സംസാരിക്കുകയും സമരങ്ങളിൽ ഇടപെടുകയും ചെയ്ത കോടതി പരാമർശം വരെ ഉണ്ട്. ഷെഫീന ഓൺലൈൻ ജേർണലിസ്റ്റ് ആണ്. നിനക്ക് എന്ത് വാഴ ഉണ്ടായിട്ടാടാ നീ ഉണ്ടാക്കുന്നേ? നീ എന്ത് ചെയ്തെന്നാണ്? എച്ചക്കല നാറി.